തേവലക്കരയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം ഇന്ന് നടക്കുകയാണ്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 10 മണിയോടെ മൃതദേഹം സ്കൂളിലെത്തിക്കും. 12 മണിവരെ സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. സഹപാഠികളും അധ്യാപകരും അന്ത്യാഞ്ജലി അർപ്പിക്കും. തുടർന്ന് മൃതദേഹം ശാസ്താംകോട്ടയിലെ വിളന്തറയിലെ വീട്ടിലെത്തിക്കും. തുർക്കിയിൽ നിന്ന് അമ്മ സുജ രാവിലെ 8:50-നുള്ള ഇൻഡിഗോ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തും. ശരണ്യ സ്നേഹജനും ഡാനി പോളും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരും. ആദ്യം ശരണ്യ സ്നേഹജനിലേക്കാണ് പോകുന്നത്. ശരണ്യ, ഒരുപിടി സങ്കട കാഴ്ചകളാണ് ഇന്നത്തെ വാർത്താദിനം പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. മിഥുന്റെ സംസ്കാരം ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പൊതുദർശനം, സംസ്കാര ചടങ്ങ്, അതുകൊണ്ടൊക്കെ ഒരു സമയക്രമം അടക്കമുള്ള വിവരങ്ങൾ ശരണ്യ. തീർച്ചയായിട്ടും അതീവ ദുഃഖകരമായൊരു ദിനം എന്ന് തന്നെ നമുക്ക് പറയാം. 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ഇന്ന് ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെയാണ് ഈ 13 വയസ്സുകാരനായ മിഥുന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. 9 മണിയോടുകൂടി ശാസ്താംകോട്ട ഈ ആശുപത്രിയിൽ നിന്നും മൃതദേഹം മിഥുൻ പഠിച്ച സ്കൂളായ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിക്കും. 9 മണിയോടുകൂടി മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ഇറക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നീടുള്ള പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ നടക്കുക തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ്. അതീവ സങ്കടകരമായ കാഴ്ചകൾ തന്നെയാകും ആ സ്കൂളിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുകയും ചെയ്യുക. കാരണം വളരെയധികം സജീവമായിരുന്ന, എല്ലാവരോടും വളരെയധികം അടുപ്പം പുലർത്തിയിരുന്ന ഒരു കൊച്ചുകുട്ടി, അവന്റെ ഒരു യാത്രയേപ്പും ആ ഒരു അവസാന ദിവസവും അത് വളരെ ദുഃഖകരമായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കേരള സമൂഹത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് യാത്ര പറഞ്ഞത്. ഇങ്ങനെ ഒരു അന്ത്യയാത്ര പറയുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സഹപാഠികളടക്കമുള്ള ആളുകളുടെ കണ്ണീരോടുകൂടിയുള്ള യാത്രാമൊഴിയായിരിക്കും നൽകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു മിഥുൻ. ആ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആ പ്രദേശത്തുള്ള നാട്ടുകാർക്കും എല്ലാം തന്നെ എന്ന് പറയാം. ഏറ്റവും ദുഃഖകരം, അമ്മ ഇന്ന് എത്തുന്നു എന്നുള്ളതാണ്. 2 മക്കളെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി അന്യനാട്ടിലേക്ക് പോയി വീട്ടുജോലി ചെയ്യേണ്ടി വന്ന ആ അമ്മ മടങ്ങിയെത്തുമ്പോൾ തന്റെ കഷ്ടപ്പാടുകളുടെ ഫലമായി, അല്ലെങ്കിൽ താൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആകുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരെ തകർത്ത് കളയുന്ന രീതിയിലേക്ക് മകന്റെ മരണം ഇവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. സുജ 9 മണിയോടുകൂടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുമെന്നുള്ളതാണ്. ബന്ധുക്കൾ അടങ്ങുന്ന 7 അംഗ സംഘം, സുജയുടെ സഹോദരിയും ഇളയ കുഞ്ഞും അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് പോയിട്ടുള്ളത്. അവിടെ നിന്നും ഏകദേശം 1 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. വിളന്തറ വലിയ പാടത്തെ ആ വീട്ടിലേക്കാണ് സുജ എത്തുക. ആ സ്ഥലത്ത് തന്നെ, അതായത് ഇതിന്റെ വീട് ഉള്ള ആ സ്ഥലത്ത് ആളുകൾക്ക് ഒരുപാട് നിൽക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ജനക്കൂട്ടം വന്നാൽ ക്രമീകരിക്കാനോ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സമയം പൊതുദർശനത്തിനായി ക്രമീകരിക്കുക സ്കൂളിൽ തന്നെയായിരിക്കും. അവൻ പഠിച്ച, അവന്റെ പ്രിയപ്പെട്ട ഇടമായ ആ സ്കൂളിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇന്നും പ്രതിഷേധങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാൻ ഉള്ള സാധ്യത കണക്കിലെടുത്ത പോലീസ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പൊതുദർശനം കഴിഞ്ഞ് ഏകദേശം 12 മണിയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് കരുതുന്നത്. 1 മണിയോടുകൂടി അമ്മ എത്തുമെന്നുള്ളതാണ്. നമുക്ക് വാക്കുകൾ കൊണ്ട് പോലും പറയാൻ, ആലോചിക്കുമ്പോൾ പോലും വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണ് ആ ചേതനയേറ്റ കുഞ്ഞിന്റെ രൂപം, അല്ലെങ്കിൽ കുഞ്ഞിനെ ആ അമ്മ എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് ഏറ്റവും വലിയ സങ്കട കടലായി നമ്മുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 1 മണിയോടുകൂടി വീട്ടിലേക്ക് സുജ എത്തുമെന്നുള്ളതാണ്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഈ മിഥുന്റെ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്കൂൾ അധികൃതരുമായി ഉള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളുമൊക്കെ ലഭ്യമാകുന്നുണ്ട്. മന്ത്രിമാരടങ്ങുന്ന സംഘങ്ങൾ ഇന്നലെ എത്തിയിരുന്നു. KSCB അധികൃതർ എത്തിയിരുന്നു. ഒപ്പം ഇന്നും അത്തരത്തിൽ യാത്രയെ പടക്കം നൽകുന്നതിന് വേണ്ടി അത്തരം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് വളരെയധികം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഉൾപ്പെടെ ഒരുപാട് സൗഹൃദങ്ങളുള്ള
എല്ലാവരോടും സംസാരിച്ച് മടങ്ങിപ്പോകുന്ന ആ കുഞ്ഞിനെ കാണാൻ ഒരുപാട് ആളുകൾ, ഒരുപാട് പേർ, നാട്ടുകാർ തന്നെ ആ സ്കൂളിലേക്കും വീട്ടിലേക്കും എത്തുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വൈകിട്ട് 4 മണിയോടുകൂടി 4 മണിക്ക് ശേഷം സംസ്കാരം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 4 മണിയോടുകൂടി 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ച് മൃതദേഹം സംസ്കരിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഉള്ളു പൊട്ടി, ചങ്ക് പൊട്ടി ആ അമ്മ തുർക്കിയിൽ നിന്ന് ഇവിടെ വരെ എങ്ങനെ എത്തും എന്നുള്ള വലിയ ആശങ്കയാണ് നമ്മളെല്ലാവർക്കും ഉള്ളത്. നമ്മൾ ആ വേദന ഓർത്ത് നമുക്കെല്ലാവർക്കും അതീവ ദുഃഖമാണ് ഉള്ളത്. ശരണ്യ, ഇപ്പോൾ ഈ നടപടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോയാൽ, നമുക്കറിയാം ഇന്നലെ തന്നെ ഹെഡ് മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി വന്നു കഴിഞ്ഞു. ഇതിനപ്പുറം ഇനി സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കണം? മാത്രമല്ല, ഏറ്റവും പ്രധാനം, ഇന്നലെ ബാലാവകാശ കമ്മീഷൻ സ്കൂൾ സന്ദർശിച്ച ശേഷം അടിയന്തരമായി ആ വൈദ്യുതി ലൈൻ, ഈ അപകടക്കെണിയായി മാറിയ, അനാസ്ഥയുടെ സൂചനയായി മാറിയ ആ ഒരു വൈദ്യുതി ലൈൻ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് തന്നെ നീക്കം ചെയ്യുമെന്നുള്ള വിവരമാണ് നമുക്ക് മുന്നിലുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും ബാലാവകാശ കമ്മീഷൻ കർശന നിർദ്ദേശം ആ വൈദ്യുതി ലൈൻ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോ അത് പൂർണ്ണമായും സ്കൂളിൽ നിന്ന് നീക്കം ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം മഴക്കാലമാണ്, വളരെയധികം ഞാന്ന് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ആ ലൈൻ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. കുട്ടികൾക്ക് മരണക്കെണി എപ്പോൾ വേണമെങ്കിലും ഒരുക്കാവുന്ന രീതിയിൽ അത് അവിടെ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ കർശനമായൊരു നടപടി സ്വീകരിച്ചുകൊണ്ട് KSEB ഇന്ന് ലൈൻ നീക്കം ചെയ്യും എന്നുള്ള വിവരമാണ് നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ സ്കൂൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂൾ ഹെഡ് മിസ്ട്രസിനെതിരെ നടപടി ഉണ്ടായിരുന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുജയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇതിൽ കൂടുതൽ ഉത്തരവാദികൾ ഉണ്ട് എന്നുള്ള ആരോപണവും പ്രതിഷേധവും ഉയരുന്നുണ്ട്. അതിൽ തന്നെ സ്കൂൾ മാനേജ്മെന്റിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാനാകില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് അടക്കം നൽകിയ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാർക്കടക്കം ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. കാരണം സ്കൂളിന് ഫിറ്റ്നസ് ലഭ്യമായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കറിയാം പുതിയൊരു അധ്യയന വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഫിറ്റ്നസ് ആ സ്കൂളിന് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് ഒരു മേൽക്കൂര നിർമ്മിച്ച ഒരു സൈക്കിൾ ഷെഡിന് മുകളിലായാണ് ഞാന്ന് തൂങ്ങിയ നിലയിൽ ഒരു KSEBയുടെ ആ 3 ഫേസ് ലൈൻ കടന്നുപോയത് എന്നുള്ളതാണ്. അതൊരു വലിയ മരണക്കെണിയും വലിയ ഗുരുതരമായ ഒരു അനാസ്ഥയുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അത് സ്കൂൾ ഇപ്പോൾ ഈ ഒരു ഹെഡ് മിസ്ട്രസിലേക്ക് മാത്രം പ്രാഥമികമായി തന്നെ അതിനകത്ത് പല ഉദ്യോഗസ്ഥർക്കും പല വകുപ്പുകൾക്കും KSEBയും പൊതുമരാമത്ത് വകുപ്പും അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്ത ആളുകൾക്ക് പിഴവുണ്ട് എന്നുള്ള കാര്യം പ്രാഥമികമായി തന്നെ എല്ലാവർക്കും ബോധ്യമാകുന്നതാണ്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ അടിയന്തരമായ ഒരു നടപടി വന്നിട്ടുള്ളത് സ്കൂൾ ഹെഡ് മിസ്ട്രസിന് മാത്രം ഉള്ള ഒരു നടപടിയിലേക്കാണ് വന്നിട്ടുള്ളത്. അതൊരു സസ്പെൻഷനിലേക്കാണ് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ വിവിധ വകുപ്പുകൾക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. പ്രാഥമികമായി തന്നെ ബോധ്യപ്പെടുന്നതാണ്. അത്തരം നടപടികളിലേക്ക് പോകാത്തതിലുള്ള പ്രതിഷേധം ഇരമ്പുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കൊച്ചുകുട്ടി, അതും ഇങ്ങനെ ഒരു അപകടകരമായ സാഹചര്യത്തിൽ വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും അത്രമേൽ അത് വളരെ പ്രതിഷേധത്തോടു കൂടിയാണ് ആ സംഭവത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തുടർ ദിവസങ്ങളിലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് തുടർ നടപടികൾ, അതായത് മാനേജ്മെന്റ് എന്ത് നടപടി സ്വീകരിച്ചു, അതായത് സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ അല്ലെങ്കിൽ ഈ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ ഇങ്ങനെ ഒരു KSEBയുടെ ലൈൻ കടന്നു പോകുന്ന വിഷയം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത മാനേജ്മെന്റിനും അതിൽ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഒരുപക്ഷെ അതിനകത്ത് ഇടതു സ്വാധീനമുള്ള മാനേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നടപടി വൈകുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. ആ വിഷയത്തിനകത്ത് കൂടുതൽ പേർ
കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊക്കെ തന്നെ ലഭ്യമാകുന്ന സൂചന. അത്തരം നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തന്നെ ആ പ്രതിഷേധത്തെ അടക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ജനങ്ങളുടെ പ്രതിഷേധത്തെ, മറ്റ് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ പ്രതിഷേധത്തെ അടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു വരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്, അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിലൊക്കെ ഇന്നിപ്പോ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ദുഃഖാർദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് ആ സ്കൂളും പരിസരവും കുഞ്ഞിന്റെ വീടുമൊക്കെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം ഒന്നടങ്ങിയതിനു ശേഷം അന്വേഷണ സംഘം വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആര്യ, തീർച്ചയായും ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്ന് മിഥുൻ്റെ സംസ്കാര ചടങ്ങാണ്. അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ സ്വാഭാവികമായും നാളത്തെ ദിവസം മുതലായിരിക്കും കൂടുതൽ ഊർജിതമായി നടക്കാൻ പോവുക. ഇന്ന് പൊതുദർശനവും സംസ്കാരവും അതൊക്കെ എത്രത്തോളം ദുഃഖം സമ്മാനിക്കുന്ന, നമുക്കൊക്കെ വേദനയുണ്ടാക്കുന്ന, കണ്ടു നിൽക്കുന്ന നമുക്ക് പോലും വലിയ വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാകുമ്പോൾ മിഥുനെ അടുത്തറിയുന്ന മിഥുൻ്റെ സുഹൃത്തുക്കൾക്ക്, അധ്യാപകർക്ക്, അതിനെല്ലാം അപ്പുറം മിഥുൻ്റെ കുടുംബത്തിന് അതെത്രത്തോളം വലിയ വേദനയാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രത്തോളം വലിയ, നമുക്ക് നമ്മുടെ എല്ലാം ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാകും, നിമിഷങ്ങളാകും നമുക്ക് മുന്നിലേക്ക് ഇനി വരാൻ പോകുന്നത് എന്നത് പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ശരണ്യ, നമുക്കറിയാം ഒരു ഫുട്ബോൾ പ്ലെയർ ആകണമെന്ന് സ്വപ്നം കണ്ട് എപ്പോഴും ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൽ കൂട്ടുകാരെ എപ്പോഴും വട്ടം കൂട്ടി ഒരു പന്തുമായി നടന്നിരുന്ന ഒരു കൊച്ചുമിടുക്കൻ, ഒരുപാട് പ്രതീക്ഷകളോടെ ആ മുറ്റത്ത്, നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ട സ്കൂളിൻ്റെ മൈതാനത്ത് പന്ത് തട്ടി നടന്നിരുന്ന മിഥുൻ ഇന്നിപ്പോൾ പുഞ്ചിരി മാഞ്ഞ് ചേതനയേറ്റ് ആ മുറ്റത്തേക്ക് അവസാനമായി എത്തുകയാണ്. നമുക്ക് ഈ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ തന്നെ ആ സഹപാഠികളും അധ്യാപകരുമൊക്കെ ഉള്ളുലഞ്ഞു പോയതും സങ്കടമടക്കാൻ വയ്യാതെ പൊട്ടിക്കരഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് സമാനമായ കാഴ്ചകൾ കാണും എന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു സങ്കട അവസ്ഥ തരണം ചെയ്യാൻ ആ സഹപാഠികൾക്കും അധ്യാപകർക്കും അതിനപ്പുറം ആ കുടുംബത്തിനുമൊക്കെ കരുത്തുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ലേ ശരണ്യ? തീർച്ചയായിട്ടും അത്തരമൊരു പ്രാർത്ഥനകൾ തന്നെയാണ്. നമുക്ക് ആ കുഞ്ഞിനെ നേരിട്ടറിയാവുന്ന ആളുകളല്ല, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മൾ ആ കുട്ടിയെ കാണുന്നതും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ അറിയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മളുടെ തന്നെ നെഞ്ചുലയ്ക്കുന്ന ഒരു സംഭവമായി ഇത് മാറി എന്നുള്ളതാണ്. അത്രമേൽ വേദന ഉണ്ടാകുന്നുണ്ട് ഓരോ കുട്ടികൾക്കും, ഓരോ സഹപാഠികൾക്കും, ഓരോ അമ്മമാർക്കും, ഒപ്പം തന്നെ അച്ഛന്മാർക്കും ഒക്കെ നെഞ്ചിൽ തീകോരിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു വിയോഗം ആ കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരായ നമ്മൾക്ക് പോലും ആ അമ്മ ആ കുഞ്ഞിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു വല്ലാത്ത വിഷമം നമ്മുടെ മനസ്സിലുണ്ട്. ആ കാഴ്ച ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഞ്ചെടുപ്പാണ്. പറയാതിരിക്കാൻ കഴിയില്ല. നമ്മൾക്കും മക്കളുള്ളതാണ്, കുട്ടികളുള്ളതാണ്. തീർച്ചയായും ആ ഒരു സമയത്തെ എങ്ങനെ അവർ അഭിമുഖീകരിക്കും എന്നുള്ളത് ആലോചിക്കുമ്പോൾ വളരെ വിഷമകരമായ അവസ്ഥയാണ്. ഇളയ കുഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാനായി അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മൂത്ത കുട്ടി ചേതനയേറ്റ് ഇവിടെ എങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അമ്മ അവിടെ നിന്ന് ആ എയർപോർട്ട് മുതൽ ഇവിടം വരെ എങ്ങനെ എത്തും? സ്വന്തം ബന്ധുക്കളുടെ അടുത്തേക്ക്, പൂർണ്ണമായി അവരുടെ അടുത്തേക്ക് എത്തുന്ന വരെയുള്ള അവരുടെ അവസ്ഥ, തുർക്കിയിൽ നിന്ന് അവർ യാത്ര ചെയ്ത് ഇവിടേക്ക് വരുമ്പോൾ ഉള്ള അവരുടെ ഒരു മാനസികാവസ്ഥ, ഒറ്റയ്ക്ക് വരേണ്ടി വരുമ്പോൾ ഒരു മാനസികാവസ്ഥ, അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വേദനയാണ് ഇങ്ങനെ ഒരു അനാസ്ഥ, ഒരു വീഴ്ച മൂലം ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ അമ്മ 12 മണിയോടുകൂടി അമ്മയെ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. വരുന്ന വഴിക്കുള്ള വാഹന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗതാഗത തടസ്സങ്ങളോ ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടൽ പോലീസിനൊക്കെ നൽകിയിട്ടുണ്ട്. ഇവർ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ നമ്പർ അടക്കം നൽകിയിട്ടുണ്ട്. വാഹനം പെട്ടെന്ന് കടത്തിവിട്ട് നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള, ഇവിടേക്ക് ശാസ്താംകോട്ടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലീസും ഏർപ്പെട്ടിട്ടുണ്ട്. കൊച്ചി മുതൽ ഇങ്ങോട്ടുള്ള യാത്രയിൽ അത്തരത്തിലുള്ള അവരുടെ യാത്രാ സൗകര്യം ഒരുക്കി നൽകുന്നുള്ള ക്രമീകരണങ്ങൾ
ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ഏറ്റവും ഉലയ്ക്കുന്ന സംഭവം അതുതന്നെയായിരിക്കും. ആ ഒരു നിമിഷം അവർ ആ വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു നിമിഷം തന്നെയായിരിക്കും. ഒപ്പം കൂടെ കളിച്ച് നടന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരുമായി ചിരിച്ച മുഖത്തോടു കൂടി ഇടപഴകുന്ന, കൂട്ടുകാർക്ക് വേണ്ടി ചിരിച്ച് നടക്കുന്ന ഒരു കുട്ടി, അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾക്കത് വലിയ ഷോക്കായിരിക്കും എന്നുള്ളതാണ്. ആ സംഭവം, അവിടെ നടന്ന സംഭവം തന്നെ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക്, ഓരോ കുഞ്ഞുങ്ങൾക്കും മറക്കാനാവാത്ത, ജീവിതത്തിൽ മറക്കാനാവാത്ത കാഴ്ചകളാണ് അവർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള വിഷമകരമായ സംഭവമാണ്. അതിനോടൊപ്പം എന്നും ചിരിച്ചു കളിച്ച് ഇടപഴകുന്ന ഒരു കൂട്ടുകാരൻ, അവനോട് ഇങ്ങനെ യാത്ര പറയേണ്ടി വരുന്നത് ആ കുരുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകവും അവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു കാഴ്ചയും ആയിരിക്കും അത് എന്നുള്ളതാണ്. എന്തായാലും നാടൊന്നടങ്കം ആ ഒരു ദുഃഖം അഭിമുഖീകരിക്കാനായി തയ്യാറെടുക്കുകയാണ് ആര്യ. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കേരളക്കര ഒന്നാകെ ഉള്ളുലഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ എല്ലാം ഈ ഘട്ടത്തിലെ വലിയ വേദന, ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റയ്ക്ക് തുർക്കിയിൽ നിന്ന് ആ അമ്മ ആ ഉള്ളു പെടഞ്ഞ് എങ്ങനെ ഇവിടം വരെ എത്തും, ആ വീട്ടിലേക്ക് എത്തി മകൻ്റെ ചേതനയേറ്റ ശരീരം കാണുമ്പോഴുള്ള ആ വേദന ആ അമ്മ എങ്ങനെ സഹിക്കും എന്നതുകൂടിയാണ്. മിഥുൻ്റെയും അനിയൻ്റെയും ഒക്കെ സ്വപ്നങ്ങൾ നടപ്പാക്കി കൊടുക്കാനും അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയുമായിരിക്കുമല്ലോ സ്വാഭാവികമായും ആ അമ്മ വിദേശത്ത് വീട്ടുപണി ചെയ്യുവാൻ വേണ്ടി പോയത്. പക്ഷേ അങ്ങനെ നോക്കി വളർത്തിയ ഒരു മകൻ ഇല്ലാതാകുമ്പോഴുള്ള വേദന നമുക്കെല്ലാം സ്വാഭാവികമായിട്ടും ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സഹപാഠികൾക്ക് കൺമുന്നിൽ അവരുടെ കൂട്ടുകാരൻ ഒരു നിമിഷം പൊടുന്നനെ ഇല്ലാതാകുമ്പോൾ ഉള്ള വേദന, ആ കാഴ്ച കണ്ട അവരുടെ മനസ്സിലുണ്ടാകുന്ന ട്രോമ, ആ വേദനയൊന്നും ഒരിക്കലും മായാതെ അവശേഷിക്കുമെന്നുള്ളതാണ്. എന്തായാലും സ്കൂളിൽ പൊതുദർശനം രാവിലെ 10 മണിയോടുകൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. 12 മണിയോടുകൂടി അമ്മയെ വീട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. 8:50 മിഥുൻ്റെ അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങും. മറ്റ് ട്രാഫിക് ബ്ലോക്കുകളിലൊന്നും കുടുങ്ങാതെ എത്രയും വേഗം അമ്മയെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് വരും നിമിഷങ്ങളിൽ ആ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നമ്മൾ